അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ എത്തിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യ സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി 2023 ഒക്ടോബർ 10 മുതൽ 30 വരെ ഓൺലൈനായി ലഭിച്ച മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് ആദ്യഘട്ടമെന്ന നിലയ്ക്ക് അർഹരായവരെയും ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന 45,127 മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ആദരണീയനായ MLA ശ്രീ അഡ്വക്കേറ്റ് ആന്റണി രാജു അവറുകളാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ ആന്റണി രാജു അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നതിനോടൊപ്പം സംസ്ഥാനതല വിതരണ ഉദ്ഘാടന ചടങ്ങ് സമാരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീപ്രിയയെ ക്ഷണിച്ചുകൊള്ളുന്നു. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂത സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി റേഷനിംഗ് കൺട്രോളർ ഇൻചാർജായ ശ്രീമതി ജ്യോതികൃഷ്ണ മേഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളനുസരിച്ച് റേഷൻ മുൻഗണനാ പട്ടിക പുതുക്കേണ്ടതുണ്ട്. ഏറ്റവും അർഹരായവരുടെ കയ്യിൽ തന്നെ മുൻഗണനാ കാർഡ് എത്തിക്കണമെന്നുള്ളത് വകുപ്പിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിലും വകുപ്പിന് ലഭിച്ച ഭൂരിഭാഗം അപേക്ഷകളും മുൻഗണനാ കാർഡ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടവയാണ്. നവകേരള സദസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തുകയും ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും സംസ്ഥാന തലത്തിലും നോഡൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവാകുകയും ചെയ്തിരുന്നു. മുൻഗണനാ കാർഡിന് വേണ്ടി ലഭിക്കുന്ന ഓരോ അപേക്ഷകളും ഓരോ ജീവിതമാണെന്നുള്ള കാഴ്ചപ്പാടാണ് വകുപ്പിനുള്ളത്. ഇപ്രകാരം ലഭിച്ച അപേക്ഷകൾ നോഡൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് നിശ്ചിത സമയത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള നടപടികൾ വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. ആയതിനു മുന്നോടിയായി സംസ്ഥാനതല പൂർത്തീകരണത്തിൻ്റെ മുന്നോടിയായി 2023 ഒക്ടോബർ 10 മുതൽ 30 വരെ ഓൺലൈൻ സംസ്ഥാനത്ത് ആകെ ലഭിച്ച 77,470 അപേക്ഷകൾ പരിശോധിച്ച് ആദ്യഘട്ടമെന്ന നിലയ്ക്ക് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അർഹരെന്ന് കണ്ടെത്തിയ 30-ലധികം മാർക്കുകൾ ലഭിച്ച അവശ്യ ജനവിഭാഗമായ 45,127 റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്നതിൻ്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ആന്റണി രാജു അവറുകളെ സാദരം സ്വാഗതം ചെയ്യുന്നു. മുൻഗണനാ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവറുകളെ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥി തിരുവനന്തപുരത്തിൻ്റെ ആരാധ്യായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവറുകളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ചടങ്ങിന് ആശംസകൾ നേരാനെത്തിയ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു അവറുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ പാളയം രാജൻ അവറുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മുൻഗണനാ കാർഡ് കൈപ്പറ്റാനെത്തിയ റേഷൻ കാർഡ് ഉടമകളെയും വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ഇവിടെ എത്തിച്ചേർന്ന പത്രപ്രവർത്തകരെയും മറ്റെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം.
അധ്യക്ഷ പ്രസംഗത്തിനായി ആദരണീയനായ MLA ശ്രീ ആന്റണി രാജു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ അഭിമാനമായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ GR അനിൽ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാനനായ ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു, പ്രിയങ്കരനായ വാർഡ് കൗൺസിലർ ശ്രീ പാളയം രാജൻ, ശ്രീമതി ജ്യോതി കൃഷ്ണ, ശ്രീമതി ബീന ഭദ്രൻ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഈ മുൻഗണനാ കാർഡുകൾ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പൊതുവിതരണ ഉപഭോക്തൃ കാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ, സഹോദരി സഹോദരന്മാരെ, ദീർഘനാളുകളായുള്ള കാത്തിരിപ്പിന് ആയിരക്കണക്കിന് ആളുകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു നിശ്ചിത പ്രഖ്യാപനം കൂടി പൂർത്തിയാകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന ഘട്ടം ഞാൻ ഓർക്കുകയാണ്. കേരളത്തിൽ മുൻഗണനാ കാർഡ് ലഭിക്കാൻ അർഹതയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ വർഷങ്ങളായി മുൻഗണനാ കാർഡ് ലഭിക്കാതെ അവരുടെ അവകാശത്തിന് വേണ്ടി കാത്തിരുന്ന നാളുകളായിരുന്നു അത്. പല കാരണങ്ങൾ കൊണ്ടും മുൻഗണനാ കാർഡുകളുടെ വിതരണം ദീർഘകാലം നമുക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ നിരന്തരമായി നടത്തിയ ഇടപെടലുകളുടെയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ കൂടിയാലോചനയുടെയും ഫലമായി അനർഹരായി കാർഡ് കൈവശം വച്ചിരുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ കാർഡുകൾ കണ്ടെത്തി അവ ക്യാൻസൽ ചെയ്യുകയും അർഹരായവർക്ക് അത് കൊടുക്കാനുള്ള നടപടി കൈക്കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാം, മുൻഗണനാ കാർഡ് ലഭിക്കുന്നത് മൂലം ആ വ്യക്തിക്ക് കുടുംബത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എത്ര വലുതാണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. അപ്പോൾ അത് അനർഹരായവരായ കൈകളിലേക്ക് അത് പോയ ഒരു ചിത്രമാണ് കേരളത്തിൽ കുറേ നാളുകളായി കണ്ടത്. അപ്പോൾ വളരെ ശാസ്ത്രീയമായ ഇടപെടലിലൂടെ വളരെ കൃത്യതയോടുകൂടി ഇത് മനസ്സിലാക്കി അനർഹരുടെ കൈകളിൽ നിന്നും ആ കാർഡ് മടക്കി വാങ്ങി എങ്കിൽ മാത്രമേ അർഹരായ ആൾ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം നിശ്ചിത കാർഡേ ഈ മുൻഗണനാ കാർഡായി ഒരു സംസ്ഥാനത്ത് ജനസംഖ്യാനുപാതികമായി കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഏതാണ്ട് പരിപൂർണമായി തന്നെ കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഇനി കൂടുതൽ കൊടുക്കണമെങ്കിൽ ഇത് കൈവശം വച്ചിരിക്കുന്ന അനർഹരെ ഒഴിവാക്കി ആ കാർഡുകൾ കുറച്ചെങ്കിൽ മാത്രമേ മുൻഗണനാ കാർഡിന് അർഹതയുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, നല്ല ശമ്പളം വാങ്ങിക്കുന്നവർ, നല്ല ഇൻകം ടാക്സ് റിട്ടേൺ അടയ്ക്കുന്നവർ, അങ്ങനെ വലിയ വ്യവസായികൾ, നല്ല വലിയ സ്ഥാപനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനമുണ്ടാക്കുന്നവർ, അവരെല്ലാം പല മാർഗങ്ങളിലൂടെ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചു വർഷങ്ങളായി. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ അപകടകരമായൊരു സ്ഥിതിയാണ് കുറേ നാളിവിടെ തുടർന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മുൻഗണനാ കാർഡ് ലഭിക്കേണ്ടവരുടെ പട്ടികയിൽ ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു. അനർഹർ പതിനായിരക്കണക്കിന് ആളുകൾ ഈ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവരെ നോവിക്കാതെ തന്നെ വാണിംഗ് കൊടുത്ത്, നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ്, അനർഹരായി കൈവശം വെച്ചിരിക്കുന്ന ആളിൽ ഇത്ര നാൾക്കുള്ളിൽ കാർഡുകൾ സറണ്ടർ ചെയ്യണം, അങ്ങനെ സറണ്ടർ ചെയ്തില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകുമെന്നുള്ള ആ പ്രഖ്യാപനം കാരണം സംസ്ഥാനത്ത് പതിനായിരക്കണക്കിന് അനർഹരായ കൈവശം വെച്ചുകൊണ്ടിരുന്ന ആളുകൾ ആ കാർഡ് മടക്കി നൽകി. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വളരെ ശക്തമായി ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായി പല കാർഡുകളും നമുക്ക് തിരിച്ചു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് അർഹതയുള്ള ആളുകളുടെ കാർഡ് വിതരണം ഈ കഴിഞ്ഞ 2.5 വർഷങ്ങൾക്കുള്ളിൽ പല ഘട്ടങ്ങളിലായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും
അനർഹരിൽ നിന്നും അർഹരായവരിലേക്ക് കാർഡുകൾ എത്തിക്കാനുള്ള പരിശ്രമം നടത്തിയതിൻ്റെ ഫലമായി 45,127 പേർക്കാണ് പുതുതായി മുൻഗണനാ കാർഡ് കേരളത്തിൽ കൊടുക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 1,00,000 പേർക്ക്. ഒക്ടോബർ മാസം തന്നെ 10 മുതൽ 20 വരെ മുൻഗണനാ കാർഡിന് അപേക്ഷ നൽകാനുള്ള അവസരമുണ്ടായിരുന്നു. നവംബർ 18 മുതൽ നടത്തിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ നിരവധി ആളുകളാണ് ഈ മുൻഗണനാ കാർഡിന് വേണ്ടി അന്ന് നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത്. നവകേരള സദസ്സ് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചവർക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഇന്ന് പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പ് നടത്തുന്ന ഈ പരിപാടി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്താൽ അതിന് പരിഹാരമുണ്ടാകുമോ? നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ട് 1 മാസം പോലും കാത്തിരിക്കേണ്ടി വന്നില്ല. നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്ത അപേക്ഷകൾ സമയബന്ധിതമായി പരിശോധിച്ച് അവയ്ക്ക് പരിഹാരമുണ്ടാക്കിയത് കൊണ്ടാണ് 45,000 പേർക്ക് കേരളത്തിൽ ഇപ്പോൾ മുൻഗണനാ കാർഡ് കൊടുക്കുന്നത്. ഇപ്പോഴാണ് പലർക്കും മനസ്സിലായത് നവകേരള സദസ്സ് കൊണ്ടുള്ള പ്രയോജനം എന്താണ്. വേണ്ട മുഖ്യമന്ത്രിയും ഞാൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എല്ലാവരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള സദസ്സ് നടത്തി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പോയി ജനങ്ങളുമായി സംവദിച്ച് അവരുടെ പരാതികൾ ഏറ്റുവാങ്ങാനുള്ള സംവിധാനമുണ്ടാക്കി അതിന് സമയബന്ധിതമായി എല്ലാ വകുപ്പുകളും തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രഖ്യാപിച്ചു. അത് വെറും പ്രഖ്യാപനമാണെന്ന് ചിലർ പറഞ്ഞ് കളിയാക്കി. പക്ഷേ അത് പ്രഖ്യാപനം മാത്രമല്ല, യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള തെളിവാണ് ഇന്നീ നടക്കുന്ന ഈ സംസ്ഥാനതല ഉദ്ഘാടനം. ഇന്ന് ഉദ്ഘാടനം കഴിയുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ താലൂക്കുകളിലും താലൂക്ക് സപ്ലൈ ഓഫീസുകളുടെ ആഭിമുഖ്യത്തിൽ അതാത് പ്രദേശത്തെ MLA-മാരുടെ നേതൃത്വത്തിൽ അവശേഷിക്കുന്ന ഇന്നിവിടെ ഉദ്ഘാടനം കഴിയുമ്പോൾ കേരളത്തിലെ ബാക്കി എല്ലാ മേഖലകളിലും വരുന്ന ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ അവിടെയുള്ള സംവിധാനങ്ങൾ പിന്നെ MLA-മാരുടെ സൗകര്യം നോക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും ഇതുപോലെ എല്ലാ കേന്ദ്രങ്ങളിലും വെച്ച് ഈ 45,127 പേർക്കും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഫെബ്രുവരി 5-ന് മുമ്പായി ഇത്രയും കാർഡുകൾ റെഡിയാണ്. കാർഡ് റെഡിയാണ്. പക്ഷേ ഇതുപോലൊരു ചടങ്ങ് വെച്ച് ഒരുമിച്ച് ആളുകളെ വിളിച്ചു കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ നവകേരള സദസ്സിന് ശേഷം ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു വകുപ്പായി നമ്മുടെ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR അനിലിന് എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണോ വേണ്ടയോ? ഇനിയും കുറേ പേര് അടിക്കാനുണ്ട് പുറകിൽ, അവരടിക്കുന്നില്ല. കാർഡ് കിട്ടിയവരാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ഒരു വലിയ കാത്തിരിപ്പിന് പരിഹാരമുണ്ടാക്കിയെന്നുള്ള ചെറിയ കാര്യമല്ല. 2ാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നടക്കുന്ന ഈ പരിപാടി എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിന് അഹോരാത്രം പണിപ്പെടുന്ന ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ GR അനിൽ, അദ്ദേഹം എനിക്കറിയാം, ഞാനും അദ്ദേഹത്തിൻ്റെ എൻ്റെ ഓഫീസ് അടുത്തടുത്തായിരുന്നു. രാത്രി 11 മണി 12 മണി 1 മണി വരെ ഓഫീസിലിരുന്ന് പ്രവർത്തിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്നൊരു മന്ത്രിയാണ് ശ്രീ GR അനിൽ. അദ്ദേഹത്തിൻ്റെ കർശനമായ നിർദ്ദേശം, കഠിനമായ പ്രയത്നം, ഉദ്യോഗസ്ഥന്മാരുടെ അദ്ദേഹം ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവ്, അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ സമയബന്ധിതമായി അവരെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്ത് പൂർത്തിയാക്കുന്ന കാഴ്ച, ഇതെല്ലാം കാണുന്ന ഒരു ഉദാഹരണം മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ മുൻഗണനാ റേഷൻ കാർഡുകളുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഈ ദിവസം. ഏതായാലും വെറുതെ പറയുകയല്ല, അത് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും 1,00,000 പേർക്കാണ് ഈ ഉദ്ഘാടനം കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നത്. ചെറിയ നമ്പറല്ല. 45,127 പേര്. അവർ എത്രയോ കാലമായി മഴയ്ക്ക് വേണ്ടി വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ കാത്തിരുന്നു. ഇതൊരു ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. ഇത് ആരെങ്കിലും തരുന്നൊരു ഔദാര്യമല്ലത്. ഗവൺമെൻറ്റിനറിയാം ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ അവകാശം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അനർഹരായ ചിലർ കൈവശം വെച്ചിരുന്നു. അത് തിരിച്ചു വാങ്ങിച്ച് അതിന് പകരമായിട്ടാണ് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുന്നത്. ഏതായാലും ഈ സംസ്ഥാനത്തിലെ ഉദ്ഘാടനം എൻ്റെ മണ്ഡലത്തിൽ വെച്ച് തന്നെ നടത്താൻ
തീരുമാനിച്ച ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ലീവാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഓൺലൈനായി ലഭിച്ച മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് ആദ്യഘട്ടമെന്ന നിലയ്ക്ക് അർഹരായവരെയും ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ആദരണീയനായ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ മുൻ മന്ത്രി നമ്മുടെ MLA അഡ്വക്കേറ്റ് ആൻ്റണി രാജു, വേദിയിലുള്ള ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു, വാർഡ് കൗൺസിലർ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പാളയൻ രാജൻ, വേദിയിലുള്ള നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിലെ പ്രിയ സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സ്നേഹിതരെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും തയ്യാറാകുന്നില്ല. നമ്മുടെ മുൻ മന്ത്രി ശ്രീ ആൻ്റണി രാജുവും ഞാനും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ ഒരുമിച്ച് ഇത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാനും അതിനനുസരിച്ച് പല നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചിലത് സൂചിപ്പിച്ചത്. വളരെ വലിയ പ്രോത്സാഹനമാണ് തലസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ വകുപ്പിനും വ്യക്തിപരമായി എനിക്കും ലഭിച്ചിരുന്നത്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ സർക്കാർ ചുമതലയെടുത്തതിന് ശേഷം ഇന്നുവരെ 3,67,786 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ അവരെ കയ്യിലിരുന്ന മുൻഗണനേതര കാർഡ്, നീലയും ചുവപ്പും നിറത്തിലുള്ള കാർഡ് മാറ്റിക്കൊടുത്തതാണ് ഈ പറഞ്ഞ നമ്പർ. 39,611 മഞ്ഞ നിറ കാർഡും 3,28,175 ചുവപ്പ് കാർഡും ഉൾപ്പെടെയാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക്. ഇന്ന് വിതരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന ഈ 45,127 കാർഡ് കൂടി ചേരുമ്പോൾ 4,12,913 കുടുംബങ്ങൾക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡ് ലഭ്യമാവുകയാണ്. അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും ഞാൻ അരിവാങ്ങൽ മാത്രമല്ല, എന്നാൽ അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം അവരുടെ ചികിത്സ സൗജന്യങ്ങൾ ഉറപ്പാക്കുന്ന വിഷയമാണ്. ഇന്ന് രാവിലെയും ഒരു വീട്ടമ്മ വെളുപ്പിന് അതിരാവിലെ ഞാൻ ഉറക്കമെണീക്കുമ്പോൾ കാഴ്ച കണ്ടത് അവരെയാണ്. പെരുമ്പഴുതൂരത്തുള്ള ഒരു വീട്ടമ്മ അവരെ ഭർത്താവിൻ്റെ ഗുരുതരമായ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ കാർഡ് ലഭിക്കാൻ വേണ്ടുന്ന, അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ഇത് കൊടുക്കാത്തെന്ന് ചോദിച്ചു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അർഹതയുള്ള പല കുടുംബങ്ങൾക്കും ഇത് അപേക്ഷ കൊടുത്ത് വാങ്ങാൻ പല കാരണം കൊണ്ടും കഴിയാത്ത അവസ്ഥയുണ്ട്. പല കാരണം കൊണ്ടും എല്ലാം, കാരണം വല്ല വീട്ടുജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഇതിന് അപേക്ഷയും കൊടുത്ത് നടക്കാൻ സമയം കിട്ടില്ലല്ലോ, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ, അവർക്ക് കഴിയില്ല. അപ്പം ഞാനീ പറഞ്ഞത്, എന്നാൽ അനർഹരായിട്ടുള്ള ആളുകൾ എല്ലാ പേരും അവരുടെ കാർഡ് ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മന്ത്രിയായി എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇനിയും അനർഹരായ കൈകളിലിരിക്കുന്ന റേഷൻ കാർഡ്, BPL ഈ മുൻഗണനാ കാർഡ് കൈവശം ഇരിക്കുന്നവരിൽ നിന്ന് കർശനമായ നടപടിയിലൂടെ അത് തിരിച്ചെടുക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകും.
ഓപ്പറേഷൻ യെല്ലോ എന്ന ആ പ്രോജക്റ്റ്, ആ പദ്ധതി അനുസരിച്ച് ആ നടപടികളിലേക്ക് കർശനമായി പോകും. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരും ഇതറിയുന്നവരുമായ ആളുകൾ അനർഹരായ ആളുകളുടെ കയ്യിലിരിക്കുന്നെങ്കിൽ ആ വിവരം വിളിച്ച് സിവിൽ സപ്ലൈസ് ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. എനിക്കത് ഞാൻ പരസ്യമായി പറയുന്ന മാധ്യമങ്ങൾ അത് ആളുകളെ അറിയിക്കണം. ആ നിലയിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, കാരണം ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള സർക്കാർ ജീവനക്കാരുൾപ്പെടെ അനർഹമായി ഈ കാർഡ് കൈവശം വച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമുക്ക് 43% പേർക്ക് മാത്രമേ, കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ 43% പേർക്ക് മാത്രമേ മുൻഗണനാ കാർഡ്, മഞ്ഞയും ചുവപ്പും കാർഡിന് അർഹതയുള്ളൂ എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്കൊന്നുപോലും കൂട്ടാൻ പറ്റില്ല. അത് പൂർണ്ണമായും ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞാൽ, നേരത്തെയുള്ള ഗവൺമെൻറ്റുകൾ അത് പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്ന ഘട്ടമായതുകൊണ്ട് ഒരാളിൽ നിന്ന് ഒഴിവാക്കിയാലേ ഒരാളിന് കൊടുക്കാൻ പറ്റൂ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം എഴുതി കൊടുക്കാൻ പറ്റില്ല. അതിന് ഗവൺമെൻറ് എടുത്ത മാനദണ്ഡം അനുസരിച്ച് ആ മാനദണ്ഡങ്ങളുടെ പരിശോധനയിലൂടെയാണ് ഇന്നിപ്പോൾ ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം ഓൺലൈനിലൂടെ അപേക്ഷിച്ച ഒക്ടോബർ 10 മുതൽ 30 വരെ അപേക്ഷിക്കാൻ അവസരം കൊടുത്തു. എല്ലാ ആളുകളും അറിയുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെയും പല രൂപത്തിലുള്ള അറിയിപ്പുകൾ കൊടുത്തതനുസരിച്ച് 77,470 പേർ അപേക്ഷിച്ചു. അതുവരെ ഓൺലൈനിൽ വന്ന അപേക്ഷയിൽ. അതുകൂടാതെ നവകേരള സദസ്സിൽ വന്ന മൊത്തം അപേക്ഷ 19,000-ലധികം അപേക്ഷ നമുക്ക് ലഭിക്കുകയുണ്ടായി. 19,000 അതിൽ 19,485 അപേക്ഷയാണ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും ഞങ്ങളും പോയപ്പോൾ ലഭിച്ച അപേക്ഷകളിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട അപേക്ഷകളായി വന്നത്. അത് പരിശോധിച്ചപ്പോൾ അതിൽ 12,302 അപേക്ഷകൾ റേഷൻ കാർഡ് തരം മാറ്റാൻ, ഇത് മാറ്റാൻ വേണ്ടുന്ന അപേക്ഷയാണ്. ഇത് മാറ്റി കിട്ടാൻ വേണ്ടുന്ന അപേക്ഷയാണ്. അതിൽ 590 പേർക്ക് മുൻഗണനാ കാർഡ് ഇന്ന് കൊടുക്കുകയാണ്. ബാക്കിയുള്ള അവരുടെ അപേക്ഷ അടക്കം ഈ വരുന്ന 30-ാം തീയതിയോടുകൂടി പരിശോധന പൂർത്തിയാക്കും. ഇപ്പോൾ നിലവിലുള്ള അപേക്ഷകളുടെ പരിശോധന പൂർത്തിയാക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചുള്ള 77,470 അപേക്ഷയിൽ 31 മാർക്കിന് മുകളിൽ ലഭിച്ച ആളുകൾ 45,127 അവർക്കാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുന്നത്. 30 മാർക്കിന് താഴെ ലഭിച്ചവർ 19,294. 30 മാർക്ക് ലഭിക്കാത്ത ആളുകളെന്ന് നോക്കിയാൽ 12,959. ഞാനിത് ഈ ലിസ്റ്റ് ക്രമപ്പെടുത്തി ഇട്ടേക്കുന്നത് ഒഴിവ് വരുമ്പോൾ ആ ലിസ്റ്റിനകത്ത് താഴെ നിന്നുള്ള മാർക്കുകാരെ എടുക്കും. ഇതിപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒഴിവിനനുസരിച്ച് 45,127 കാർഡേ കൊടുക്കാൻ ഒഴിവ് നമ്മളിലുള്ളൂ. ഇത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളും അറിയണം. ഇത് അറിയണമെന്ന് പറയാൻ കാര്യം, ഇതിനൊരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുള്ളത് BPL സാക്ഷ്യപത്രം സമർപ്പിക്കുന്നവർക്ക് 20 മാർക്ക്. അതാര് തരണം? പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ പോരാ. കോർപ്പറേഷൻ ഓഫീസിൽ നിന്നോ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നോ ഈ കുടുംബം BPL കുടുംബത്തിൽപ്പെട്ടതാണെന്നുള്ള സർട്ടിഫിക്കറ്റ് സെക്രട്ടറി ഒപ്പിട്ട് കൊടുത്ത അത് വച്ച് അപേക്ഷിച്ചാലേ ആ 20 മാർക്ക് കിട്ടൂ. പലരും അപേക്ഷിക്കുന്നതിന് അത് വയ്ക്കാറില്ല. പഞ്ചായത്ത് മെമ്പർ ഒരു കത്തും വെച്ചുകൊണ്ട് കൊടുക്കും, അപേക്ഷ തള്ളിപ്പോകുന്ന അവസ്ഥ വരും. രണ്ടാമത് തൊഴിൽ രഹിതനായിട്ടുള്ളവർക്ക് 5 മാർക്കാണ്. കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾക്ക് 10 മാർക്ക്, അതും കൂടെ 10 മാർക്ക് കൂടെ അധികം വരും. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് 10 മാർക്ക് അധികം വരും. ഇങ്ങനെ ഏറ്റവും അർഹതയുള്ള ആളുകൾക്ക് ആദ്യം കൊടുക്കാനും അത് ക്രമമാക്കി എടുത്തുള്ള ലിസ്റ്റാണ് ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് ഓഫീസുകളുടെ താലൂക്ക് ഓഫീസിൽ ആ ലിസ്റ്റ് എല്ലാ സ്ഥലത്തും സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും പരിശോധിക്കാം. അതിനകത്തുള്ളവർക്ക് കൃത്യമായി അർഹതയുള്ളവർക്ക് ആ മാനദണ്ഡമനുസരിച്ച് കൊടുക്കുകയാണ്. ജനുവരി ഈ മാസം 25 മുതൽ
ജനുവരി ഈ മാസം 25-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 5-ാം തീയതിക്കുള്ളിൽ ഓരോ താലൂക്കിലും ആ താലൂക്കിലെ MLA-മാരുടെ സൗകര്യം കൂടെ നോക്കി കണക്കിലെടുത്തുകൊണ്ട് ആ താലൂക്കുകളിൽ ഇതുപോലെ പൊതുജനങ്ങൾ അറിയുന്ന തരത്തിൽ, എല്ലാവരും അറിയുന്ന തരത്തിൽ സുതാര്യമായി ഈ കാർഡ് വിതരണം ചെയ്യും. ഏതെങ്കിലും ഒരു അനർഹൻ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം ഈ കേരളത്തിൽ നൽകുന്നതിൻ്റെ സൂചനയാണിത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥനും വ്യക്തിയും തമ്മിൽ സ്വകാര്യമായി വാങ്ങിപ്പോയാൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ വരും. ഇത് പ്രസിദ്ധീകരിച്ച് ആളുകൾ അറിയുന്ന തരത്തിൽ, മനസ്സിലാക്കുന്ന തരത്തിലാണ് ഇത് വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഞാനിത് അത്ര സുതാര്യമായി ഇത് പറഞ്ഞത് ദീർഘനാൾ അവഗണിക്കപ്പെട്ട് ഇത് കിട്ടാതെ നടന്ന ആളുകൾ നമ്മുടെ നാട്ടിലുള്ളത് മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. മുൻഗണനാ കാർഡ് മാത്രമല്ല, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ഈ കഴിഞ്ഞ 2.5 വർഷത്തെ അനുഭവം എടുത്തു നോക്കിയാൽ പല രൂപത്തിൽ ഓൺലൈനിലൂടെ 69,77,457 അപേക്ഷ ഓൺലൈനിലൂടെ കേരളത്തിലെ താലൂക്ക് സപ്ലൈ ഓഫീസ് മുതൽ എൻ്റെ ഓഫീസ് വരെ ആളുകൾ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ 69,52,604 അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കണം. ഏകദേശം 99.64% അപേക്ഷകൾക്ക് ഈ കേരളത്തിൽ 2.5 വർഷം കൊണ്ട് വന്ന അപേക്ഷകൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചു എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാം. പുതിയ റേഷൻ കാർഡ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 4,26,110 കുടുംബങ്ങൾക്ക് പുതിയ റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് റേഷൻ കാർഡ് ഇല്ലാത്ത ഒരാളും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് എനിക്ക് നിസ്സംശയമായി പറയാൻ കഴിയുന്നൊരു സ്ഥിതിയാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിന് റേഷൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് അപേക്ഷിച്ചാൽ കാർഡ് കിട്ടുന്ന തരത്തിലേക്കുള്ള സൗകര്യം കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പേര് കൂട്ടിച്ചേർക്കേണ്ട വിഷയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റേണ്ടതുമായിട്ടുള്ള 30,22,340 അപേക്ഷ വന്നിട്ടുണ്ട്. ഉടമ അവകാശം മാറേണ്ടുന്ന അപേക്ഷ ആയിട്ടുള്ളത് 3,24,377 അപേക്ഷ വന്നു. പേര്, നമ്പർ, വിലാസം ഇതിൽ തിരുത്തൽ വരുത്തേണ്ടത് 25,91,045 അപേക്ഷ വന്നു. ഞാനീ എടുത്തു പറഞ്ഞത് ഇത്രയധികം അപേക്ഷകൾ ഓരോ മേഖലകളിൽ നിന്ന് വന്നിട്ടുണ്ട്. താലൂക്ക് വിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട, മറ്റ് താലൂക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട അപേക്ഷ, കാർഡിൻ്റെ അപേക്ഷ 1,13,716 വന്നു. ബാങ്ക് അക്കൗണ്ട്, LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തേണ്ടത് 3,04,064 അപേക്ഷ വന്നു. അങ്ങനെ 69,52,604 അപേക്ഷകൾക്കാണ് തീർപ്പ് കൽപ്പിച്ചത്. വന്ന അപേക്ഷകളിൽ പരമാവധി പരിഹരിക്കാൻ കഴിയുന്നതെല്ലാം പരിഹരിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. ഇതെടുത്തു പറഞ്ഞെന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ സംവിധാനവും ഇതിലപ്പുറം എന്താണ് ജനങ്ങൾക്ക് സേവനമായി ചെയ്യേണ്ടത്? ഒരു ഗവൺമെൻറ്റിൻ്റെ നിലയിൽ, ഇവിടെ നേരത്തെ മന്ത്രി പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ കേന്ദ്രങ്ങളിലേക്ക് എത്തിയതിൽ ഒരു വകുപ്പിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. റവന്യൂ വകുപ്പ് മെനഞ്ഞാന്ന് മുതൽ കൈവശം ലഭിച്ച അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടമായി ഭൂമി തരം മാറ്റുന്ന അപേക്ഷ, ഏറ്റവും പ്രധാനം അതാണല്ലോ, പലർക്കും വീട് വയ്ക്കാൻ വേണ്ടുന്ന അവസ്ഥയിലുള്ള ഭൂമി തരം മാറ്റേണ്ട അപേക്ഷ കൊടുത്തത് അതിൻ്റെ അദാലത്ത് മെനഞ്ഞാന്ന് കൽപ്പറ്റയിൽ ആരംഭിച്ചു. ഓരോ ജില്ലകളിൽ, നമ്മുടെ ജില്ലയിൽ 5-ാം തീയതി 6-ാം തീയതി നടക്കുന്നതിൻ്റെ കാര്യം പത്രങ്ങൾ വന്നു. അത് പരിപാടി ഇട്ടിട്ടുണ്ട്. ഓരോ വകുപ്പും അതുമായി ബന്ധപ്പെട്ട് വന്ന അപേക്ഷകൾക്ക് പരിഹരിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് വിവാദങ്ങളും മറ്റു വർത്തമാനങ്ങളിലും ജനങ്ങൾ വീഴാൻ പാടില്ല. വസ്തുതകൾ, ഇതിൻ്റെ പ്രയോജനങ്ങൾ, അപേക്ഷയുടെ തീരുമാനങ്ങൾ, ആളുകൾക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് ദ്രുതഗതിയിൽ നടക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അറിയിക്കേണ്ടത് മാധ്യമങ്ങളാണ്. ആ മാധ്യമ സുഹൃത്തുക്കൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദീർഘമായ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഏതെങ്കിലും ഒരു ചെറിയ കുറവിനെയോ പോരായ്മയോ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്ന രീതിയിൽ നിന്ന് മാറി
യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും അതിനനുസരിച്ചുള്ള പ്രയോജനങ്ങളെയും കുറിച്ച് കൂടുതൽ ആളുകളെ ബോധവാന്മാരാക്കാൻ നമുക്ക് കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഒരുപാട് പേര് ഇനിയും നമുക്ക് ഇത്തരം ആവശ്യങ്ങളുമായി വരുന്നവരുണ്ട്. ഇതുവരെ അപേക്ഷ കൊടുക്കാത്തവർ ഇനിയും വന്നേക്കും. അത്തരം അപേക്ഷകൾ ഉള്ളത് ലഭിച്ചാൽ സമയബന്ധിതമായി പരിഹരിക്കാൻ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്താനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ RCCയിലോ ചിത്ര മെഡിക്കൽ സെൻ്ററിലോ ഒരു ഗുരുതരമായ അസുഖത്തിൻ്റെ ഓപ്പറേഷൻ്റെ ഡേറ്റ് നിശ്ചയിച്ച് പോയി അത്തരം ആളുകളുടെ ഒരു അപേക്ഷ വന്നാൽ അതിന് ഒന്നാമത്തെ പരിഗണന കൊടുക്കും. ഒന്നാമത്തെ പരിഗണന കൊടുക്കാൻ ബന്ധപ്പെട്ട എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ഉദ്യോഗസ്ഥരുടെ നല്ല ഇടപെടലാണ് ഞാനിവിടെ 69 ലക്ഷത്തിൻ്റെ കണക്ക് സൂചിപ്പിച്ചത്. ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നവർ ഇത് കണ്ണ് തുറന്ന് കാണണമെന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും പല ഘട്ടങ്ങളിലും കേരളത്തിലെ ഈ റേഷൻ കാർഡ് കൺവെർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പൊതുവേദികൾ ഇവിടെയും പല കേന്ദ്രങ്ങളിലും പങ്കെടുത്തു എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് നമ്മൾ കാരണം വൈകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് സംസ്ഥാന തലത്തിൽ ഇതിന് തീരുമാനമെടുത്തത്. വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണം. മറ്റ് സ്ഥലങ്ങളിൽ അതിൻ്റെ ലിസ്റ്റ് ഓരോ സ്ഥലത്തെ സൗകര്യം അനുസരിച്ച് വളരെ താമസിയാതെ തന്നെ വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു സമീപനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ 5457 കുടുംബങ്ങൾക്ക് ഈ കാർഡിൻ്റെ ഗുണം മാറിക്കിട്ടുകയാണ്. കൊല്ലം ജില്ലയിൽ 4709. എല്ലാ ജില്ലകളിലുമായിട്ടുള്ള അതിൻ്റെ കണക്ക് ഇന്ന് ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളിന് ഇതിന് അർഹതയുള്ള ആളിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശരാകേണ്ട. അവരെ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിനാവശ്യമായ പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടുകൂടി പൊതുവിതരണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിജയകരമാക്കുവാനുള്ള നിങ്ങളുടെ സഹകരണത്തിന് വളരെ സന്തോഷത്തോടുകൂടി അതിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡിൻ്റെ വിതരണ ചടങ്ങാണ് അടുത്തത്. റേഷൻ കാർഡ് വിതരണം നടത്തുന്നതിനായി ആദരണീയനായ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നെയ്യാറ്റിൻകര താലൂക്കിൽ അടിമലത്ര ചൊവ്വര ദേശത്ത് പേതിര് 63 വയസ്സ്, തനിക്ക് റേഷൻ കാർഡില്ല, റേഷൻ കാർഡ് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. നെയ്യാറ്റിൻകര താലൂക്ക് സപ്ലൈ ഓഫീസർ നേരിട്ട് അന്വേഷണം നടത്തി ടിയാന് റേഷൻ കാർഡ് അനുവദിച്ച് നൽകി. കാർഡ് വിതരണം നടത്തിക്കൊണ്ട് പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡിൻ്റെ വിതരണ ഉദ്ഘാടനം ആദരണീയനായ മന്ത്രി ശ്രീ GR അനിൽ സാർ നിർവഹിക്കുന്നു. കാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അനാരോഗ്യം കാരണം ഈ വേദിയിൽ എത്തിച്ചേരാൻ പറ്റാത്ത ശ്രീ പേതിറിന് വേണ്ടി അടുത്ത ബന്ധുവായ ശ്രീ ജോയിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു റേഷൻ കാർഡ് ഏറ്റുവാങ്ങുന്നതിനായി. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച കാരോട് സ്വദേശിനി ശ്രീമതി ശോഭന കെ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച മരിയാപുരം സ്വദേശിനി ശ്രീമതി ഗിരിജ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച വെള്ളറട സ്വദേശിനി ശ്രീമതി രാധിക MK. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച കാരോട് സ്വദേശിനി ശ്രീമതി വത്സല. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച പുല്ലുവിള സ്വദേശിനി എമിൽഡ. നെടുമങ്ങാട് താലൂക്കിലെ റേഷൻ കാർഡിൻ്റെ വിതരണമാണ് അടുത്ത ചടങ്ങ്.
നെടുമങ്ങാട് താലൂക്കിലെ റേഷൻ കാർഡിന്റെ വിതരണമാണ്. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച ശ്രീമതി മരിയ പുഷ്പം, നെടുമങ്ങാട് സ്വദേശിനി മരിയ പുഷ്പം. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച പെരിങ്ങമല സ്വദേശിനി ശ്രീമതി സബൂറ ബീവി. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച മാണിക്കൽ സ്വദേശിനി ശ്രീമതി ശോഭനകുമാരി. നെടുമങ്ങാട് താലൂക്കിലെ നെല്ലനാട് സ്വദേശിനി ശ്രീമതി ഷാഗിദ. നെടുമങ്ങാട് താലൂക്കിലെ നെല്ലനാട് സ്വദേശിനി ശ്രീമതി സരസു. ശ്രീമതി സരസു, നെല്ലനാട് സ്വദേശിനി. ശ്രീ സരസു. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച പുല്ലമ്പാറ സ്വദേശിനി ശ്രീമതി ശാരദാമ്മ. സിറ്റി റേഷനിംഗ് ഓഫീസ് സൗത്തിൻ്റെ കീഴിൽ വരുന്ന റേഷൻ കാർഡിൻ്റെ വിതരണ ചടങ്ങാണ് അടുത്തത്. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച ശ്രീമതി മിനി ഐ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച ശ്രീമതി മിനി ഐ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച വലിയതുറ സ്വദേശിനി സീന റാഫേൽ. സീന റാഫേൽ, വലിയതുറ സ്വദേശിനി. കാലടി സ്വദേശിനി ശ്രീമതി കാവേരി. ശ്രീമതി കാവേരി. പൂന്തറ സ്വദേശിനി അമലോത്ഭവം. പൂന്തറ സ്വദേശിനി അമലോത്ഭവം. പൂന്തറ സ്വദേശിനി ശൈലജകുമാരി. ശൈലകുമാരി. പൂന്തറ സ്വദേശിനി ശൈലകുമാരി. സിറ്റി റേഷനിംഗ് ഓഫീസ് നോർത്തിൻ്റെ കീഴിൽ വരുന്ന റേഷൻ കാർഡിൻ്റെ വിതരണമാണ് അടുത്ത ചടങ്ങ്. മുടവൻ മുഗൾ സ്വദേശിനി ശ്രീമതി സത്യഭാമ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച ശ്രീമതി സത്യഭാമ. ചാലക്കുഴി സ്വദേശിനി ഷമീന. ചാലക്കുഴി സ്വദേശിനി ഷമീന. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച പ്ലാവില സ്വദേശിനി ശ്രീമതി പത്മാവതി അമ്മ. പ്ലാവിള സ്വദേശിനി ശ്രീമതി പത്മാവതി അമ്മ. പൂജപ്പുര സ്വദേശിനി ശ്രീമതി രാജേശ്വരി. പൂജപ്പുര സ്വദേശിനി ശ്രീമതി രാജേശ്വരി. കുന്നമ്പുഴ സ്വദേശിനി ശ്രീമതി ലളിത. തിരുവനന്തപുരം താലൂക്കിലെ റേഷൻ കാർഡിൻ്റെ വിതരണമാണ് അടുത്തത്.
നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച മംഗലാപുരം സ്വദേശിനി ശ്രീമതി സൈനബ ബി വി. ശ്രീമതി സൈനബ ബി വി. കഠിനംകുളം സ്വദേശിനി ശ്രീമതി വിജയ. കഠിനംകുളം സ്വദേശിനി ശ്രീമതി വിജയ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച പോത്തങ്കോട് സ്വദേശിനി ശ്രീമതി രമ്യ. ശ്രീമതി രമ്യ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച പോത്തങ്കോട് സ്വദേശിനി ശ്രീമതി ബേബി അമ്മ. ശ്രീമതി ബേബി അമ്മ. പോത്തങ്കോട് സ്വദേശിനി ശ്രീമതി വീണ. കാട്ടാക്കട താലൂക്കിലെ മുൻഗണനാ റേഷൻ കാർഡിൻ്റെ വിതരണമാണ് അടുത്തത്. കാട്ടാക്കട സ്വദേശിനി ശ്രീമതി സരോജിനി അമ്മ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച കാട്ടാക്കട സ്വദേശിനി ശ്രീമതി സരോജിനി അമ്മ. കുട്ടമല സ്വദേശിനി ശ്രീമതി ലീല. കുട്ടമല സ്വദേശിനി ശ്രീമതി ലീല. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച കാട്ടാക്കട സ്വദേശിനി ശ്രീമതി ബേബി എ. നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ച മലയങ്കിഴി സ്വദേശിനി ശ്രീമതി പത്മിനി. ശ്രീമതി പത്മിനി. പെരുകാവ് സ്വദേശിനി ശ്രീമതി ശോഭ കെ. പെരുകാവ് സ്വദേശിനി ശ്രീമതി ശോഭ കെ. ശോഭ കെ. ആശംസ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മുൻ മന്ത്രിയും തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ആൻ്റണി രാജു, നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, ശ്രീ പാളയൻ രാജൻ, ഭക്ഷ്യ സിവിൽ സപ്ലൈസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. 36 ദിവസം വിവിധ ജില്ലകളിൽ 5 മന്ത്രിസഭ കൂടി വീടില്ലാത്തവന് വീടും പട്ടയം ഇല്ലാത്തവന് പട്ടയവും റേഷൻ കാർഡ് ഇല്ലാത്തവന് റേഷൻ കാർഡും വിവിധ ചികിത്സകൾ യഥാസമയം നടത്താതെ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിക്കൊടുത്ത കേരളത്തിലെ ഇന്ത്യയിലെ ജനകീയ മന്ത്രിസഭ, അതിൻ്റെ ചില വശങ്ങളെല്ലാം സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞവരാരും ഇവിടെ വന്നിട്ടില്ല. 45,127 പേർക്ക് സംസ്ഥാന തലത്തിൽ മുൻഗണനാ തലത്തിൽ റേഷൻ കാർഡ് നൽകുവാൻ ഈ കേരള സദസ്സിന് കഴിഞ്ഞു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മാറാത്ത ഏറ്റവും വലിയ ഒരു ജനകീയ മന്ത്രിസഭയ്ക്ക് നൽകാൻ കഴിയുന്നതാണ് റേഷൻ കാർഡ് വിതരണം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതൊരിക്കലും കേരളപ്പിറവിക്ക് ശേഷം നാളിതുവരെ ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ഏറ്റവും വലിയ
ഒരു ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രിയെ പ്രത്യേകം നഗരസഭയുടെ പേരിൽ അദ്ദേഹത്തെയും മന്ത്രിസഭയെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികൾക്ക് നന്ദി അറിയിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ സപ്ലൈ ഓഫീസർ ഇൻചാർജായ ശ്രീമതി ബീന ഭദ്രൻ മാഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ഏറ്റവും ബഹുമാനപ്പെട്ട ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ സർ, വിശിഷ്ടാതിഥികളായ ശ്രീ PK രാജു സർ, പാളയം രാജൻ സർ, ശ്രീ ആൻ്റണി രാജു സർ, ഇന്ന് ഇവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട നാട്ടുകാർ, കാർഡുടമകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇന്ന് പങ്കെടുത്ത ഈ കാര്യപരിപാടി വിജയമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും ഒറ്റ വാക്കിൽ വകുപ്പിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുൻഗണനാ റേഷൻ കാർഡിൻ്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം സമാപിച്ചിരിക്കുന്നു. റേഷൻ കാർഡ് കൈപ്പറ്റാൻ അവശേഷിക്കുന്നവർക്ക് ഈ ഹാളിന് പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന